ഇത് 100% തെറ്റാണ്. ഒരു 4, ഇവിടെയും ഒരു 4, ഇത് രണ്ടുകൂടെ വെട്ടി 1. വലിയ വെട്ടിയാ പെട്ടെന്ന് ചാവും. ഒത്തിരി ആളുകൾ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വെട്ടിക്രിയ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ചെയ്യുമോ. ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആണ് വെട്ടിക്രിയ എന്ന് പറയുന്നു. ശരിക്കും ഈ വെട്ടിക്രിയ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ടോപ്പിക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നിട്ട് അവസാനത്തെ സ്റ്റെപ്പിൽ ഈ വെട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൻസർ ഒക്കെ തെറ്റിച്ച് കളയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരം എന്ന വണ്ണം നമ്മളുടെ ഒരു ശ്രമമാണ് വെട്ടിക്രിയയെക്കുറിച്ചുള്ള ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു ക്ലാസ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് വെട്ടിക്രിയ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കും. എന്നിട്ട് വലിയൊരു ക്ലാസ് ആയത് കുറേ അധികം ചോദ്യങ്ങൾ ഞാൻ മാത്രമല്ല നമ്മൾ ഒരുമിച്ചിരുന്ന് വെട്ടിക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. ചെറിയ ചോദ്യങ്ങൾ മുതൽ വലിയ ചോദ്യങ്ങൾ വരെ ഓർഡറായി കൺഫ്യൂഷൻ ഇല്ലാതെ ഈസി ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരോടും, വെട്ടിക്രിയ അറിയാത്ത എല്ലാവരും, കൺഫ്യൂഷനായ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ആദ്യ അവസാനം കാണാനായിട്ട് ശ്രമിക്കണം. ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ഒരു പേനയും അല്ലെങ്കിൽ ഒരു ബുക്കോ പേപ്പറോ പേനയൊക്കെ എടുത്തിട്ട് എൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഓരോ ചോദ്യങ്ങളും വെട്ടാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം. ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ കുറേയധികം ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ടാവും. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ സെയിം ചോദ്യങ്ങൾ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ഈ സെയിം ചോദ്യം തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വന്തമായി ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഇത്രയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് കൺഫ്യൂഷൻ ഇല്ലാതെ ഈ ഒരു ടോപ്പിക്ക് പൂർണ്ണമായിട്ടും മനസ്സിൽ സെറ്റ് ആവും എന്ന് തന്നെ കരുതുന്നു. ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, എപ്പോഴും പറയുന്ന കാര്യം. എന്നാലും നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ, ശരിക്കും ഇന്നത്തെ ഈ ക്ലാസ് വെട്ടിക്രിയ എന്ന് പറയുന്ന സാധനം കുഞ്ഞുങ്ങൾക്ക് മുതൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഇത് ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ തീർച്ചയായും ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ അപ്ഡേഷനും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും നിങ്ങളില്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ടും PDF ആയിട്ടും ഒക്കെ നമ്മൾ അതിൽ പോളുകളായിട്ടൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ട്രിക്ടേണിന്റെ ടെലിഗ്രാം ചാനലിൽ ഇല്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ട്രിക്ടേൺ എന്ന് TRIG സ്പേസ് ഇട്ട് TURN എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടെലിഗ്രാമിൽ മുകളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അത് മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വെട്ടിക്രിയ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനായിട്ട്, ഒരുമിച്ച് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ ഈ വെട്ടിക്രിയ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയും മേളിലുമുള്ള സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്നതാണ് അർത്ഥം. അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ചോദ്യമാണ് ഇത്. 644/4. 644നെ 4 കൊണ്ട് ഹരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പം A/B എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? മേളിൽ കിടക്കുന്ന A താഴെ കിടക്കുന്ന B കൊണ്ട് ഹരിക്കണം, ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇത് വെട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 644നെയും 4നെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, വെട്ടിക്രിയ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത്, നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, താഴത്തെ, അതായത് ഈ ഡിനോമിനേറ്ററിനെ, അതായത് ഛേദം താഴത്തെ ഭാഗങ്ങൾ ഫുള്ള് 1 ആക്കുക എന്നതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്താ? ഈ താഴെ 1 വരണം. ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്താ? ഇതെല്ലാം ചെറുതാക്കി താഴെ 1 വരണം എന്നതാണ് ലക്ഷ്യം. അപ്പൊ എപ്പോഴും ഓർത്തോളുക, വെട്ടിക്രിയ ചെയ്യുമ്പോൾ താഴെ വരുന്ന ഛേദത്തെ 1 ആക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്ങനെങ്കിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് ഈ സാധനം 1 ആക്കണം, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ചിലപ്പോൾ നമുക്ക് 1 ആക്കാൻ പറ്റും, ചിലപ്പോൾ 1 ആക്കാൻ പറ്റത്തില്ല. ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് 1 ആക്കാൻ പറ്റാതെ വരും. നമ്മൾ വെട്ടുന്നതിൻ്റെ മാക്സിമം എത്തിച്ചിട്ട് അവിടെ നിർത്തും. വലിയ സംഭവമൊന്നുമല്ല, ഞാൻ പറയാം, നിൽക്കും. അപ്പോൾ ഇവിടെ 644നെ 4 കൊണ്ട് ഹരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്,
താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് വെട്ടണം, അതായത് ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. അത്യാവശ്യം ഡിവിസിബിലിറ്റി റൂള് അറിയാവുന്നവർക്കറിയാം. എടാ, ആ ലാസ്റ്റ് രണ്ടക്ക ഇവിടെ 44, ലാസ്റ്റ് രണ്ടക്ക 4ന്റെ ഗുണിതമായാൽ അവരെ 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ 644നെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, 4നെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ 2നെയും 4 കൊണ്ട് ഹരിക്കാവുന്നത് കൊണ്ട് നമ്മൾ വെട്ടാൻ പോവാം. ഒരു 4 4, അതായത് 4നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇനി 644നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ വേണേ നിങ്ങൾക്ക് സൈഡിൽ ചെയ്യാം, പക്ഷെ ഇവിടെ ഇട്ട് ചെയ്യുന്നതാണ് എപ്പോഴും വെട്ടുമ്പോൾ നല്ലത്. പടപടയെന്ന് വരും, മൈൻഡിലിട്ട് ചെയ്യാം. ഒരു 4 4, ബാക്കി ശിഷ്ടമുണ്ട്. നിങ്ങൾക്കറിയാം ശിഷ്ടമായ 2ഉം 4ഉം കൂടെ ചേർത്ത് 24ആണ്. 24നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6, ശിഷ്ടമില്ല. വീണ്ടും ഒരു 4 ഉള്ളൂ. 4നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1. സൈഡിൽ കൊണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ താഴെ 1 നമ്മുടെ ലക്ഷ്യത്തിലെത്തി. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഉത്തരം സെറ്റാണ്, 161. ഓക്കെ ആണ്. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നാവുന്ന വേറൊരു സംശയം, എടാ താഴെയും മേളിലും 644നെ 2 കൊണ്ട് പറ്റും, 4നെയും 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ 2 കൊണ്ട് ഹരിച്ചാലും വെട്ടലല്ലേ? 100% വെട്ടലാണ്. പക്ഷെ വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ് ചെയ്ത് വരാൻ എളുപ്പം. നിങ്ങൾ ചിലപ്പോൾ അത്ര ഓർത്തില്ല, 2 പ്രാവശ്യം 2 കൊണ്ട് വെട്ടിയാൽ മതി. മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കാം. അടുത്ത 5061/3. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 3ന്റെ സ്ഥാനത്ത് 1 ആവണം. 5061നെ വെട്ടി 3നെയും വെട്ടി ചെറുതാക്കി വരണം. അപ്പൊ 5061നെ ഈ ഹരണ സാധ്യത എന്ന് പറയുന്ന സാധനം പഠിക്കുന്നവർക്കറിയാം, 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ 5061ന്റെ അക്കങ്ങൾ കൂട്ടി നോക്കിക്കേ. 5 6 11, 11 1 12. അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോ 3ന്റെ ഗുണിതം വന്നാൽ ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ 5061നെ 3 കൊണ്ട് ഹരിക്കാം. എടാ 3നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. താഴെയും മേളിലുമുള്ള സംഖ്യകളെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. 5061നെയും 3 കൊണ്ട് ഹരിക്കാം, 3നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1. 5061നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 3 3, ശിഷ്ടം 2, 20. 6 3 18, ശിഷ്ടം 2, 26. ഇനി 3 8 24, ശിഷ്ടം എത്ര വന്നു? 2, 21. 3 7 21, ശിഷ്ടമില്ല. അപ്പോ നിങ്ങൾക്ക് വേണേ 5061നെ സൈഡിൽ കൊണ്ടുപോയി 3 കൊണ്ട് ഹരിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ മേളിൽ ഇപ്പോ 1687, താഴെ ഇപ്പോ 1. നമ്മുടെ ലക്ഷ്യത്തിലെത്തി, താഴെ 1. പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഉത്തരം സെറ്റാണ്, 1687. കണ്ടോ? അപ്പൊ ഈ 2 ചോദ്യം എന്നെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഓക്കെ ആയിന്ന് കരുതുന്നു. എങ്കിൽ നമ്മൾ പടപടേന്ന് നീ അടുത്തുള്ളതൊക്കെ ചെയ്തു പോകും. അടുത്ത കണ്ടോ, 5 4 1 2 0, അവരെ നമുക്ക് 8 കൊണ്ട് ഹരിക്കണം. 3 0 8 7 0, അവരെ നമുക്ക് 9 കൊണ്ട് ഹരിക്കണം. മക്കളെ, താഴെ മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. ചില ആളുകൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും, 0 വന്ന സ്ഥിതിക്ക് ഇവരെ 2 വെച്ച് പറ്റും, ഇവനെയും 2 കൊണ്ട് ഹരിക്കാം. ഇനി ചില കുഞ്ഞുങ്ങള് ചിന്തിക്കും, എടാ അറ്റത്തെ 2 നമ്പർ 20, 20നെ 4 കൊണ്ട് ഹരിക്കാമെങ്കിൽ ഈ സംഖ്യയെ മുഴുവൻ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 8നെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടെ 2 കൊണ്ടും വെട്ടാം, 4 കൊണ്ടും വെട്ടാം. ചിലർക്ക് 8 കൊണ്ട് വെട്ടാമെന്നും ചിലർക്ക് മനസ്സിലാവും. ഞാൻ തൽക്കാലം ഈ രണ്ടാമത് പറഞ്ഞ 4 കൊണ്ട് ഹരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പോകാൻ പോവാം. അപ്പൊ കേൾക്കുന്ന കുറച്ച് പേർ എന്ത് ചെയ്യട്ടെ, 8 കൊണ്ടും പറ്റും എനിക്കറിയാം, നിൽക്കട്ടെ. അപ്പോ താഴെയും മേളിലും 4 കൊണ്ട് പറ്റുമെന്ന് മനസ്സിലാക്കിയ ഞാൻ താഴെയും മേളിലും 4 കൊണ്ട് ഹരിക്കാൻ പോവാണ്. 8നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വരും. 4 2 8. ഇനി 54,120നെ
4 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 54,000. 1 4 4 ശിഷ്ടം 1. അപ്പൊ 4 വരുമ്പോ 14 ആവും. 3 12 ശിഷ്ടം 1 21 ആവും. 4 5 20 ശിഷ്ടം 1 അപ്പൊ 12 ആവും. 3 12 പിന്നെ ഒരു പൂജ്യോടെ ചേർത്ത് 13,530 എന്ന് വന്നു. അപ്പൊ 4 കൊണ്ട് ഇവനെ ഹരിച്ചപ്പോ 13,530. 4 കൊണ്ട് ഇവനെ ഹരിച്ചപ്പോ 2. ഇനിയും നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ലക്ഷ്യം എന്തുവാ? താഴെ കിടക്കുന്ന സംഖ്യ 1 ആക്കണം. അപ്പൊ 2നെ 2 കൊണ്ട് ഇപ്പൊ ഈ മേളിൽ ഇപ്പൊ നോക്ക്, ഇവിടെ ഇപ്പൊ 2 അല്ലേ? ഇവിടെ ഇപ്പൊ 2. മേളിൽ 15,530, താഴെ 2. അപ്പൊ ഈ താഴെ കിടക്കുന്ന സംഖ്യയും മേളിൽ കിടക്കുന്ന സംഖ്യയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം അല്ലേ? ആലോചിക്കേ, അറ്റത്ത് 0 വന്നോണ്ട് ഇവനെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, ഇവനെയും ഹരിക്കാം. 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോ ഇതൊന്ന്. ഇനി 530നെ 2 കൊണ്ട് ഹരിക്കാം. 6 2 12 15 വന്നു. 2 2 ഗുണം 7 ആണ് 14. 13 വന്നു. പിന്നെ 6 ആണ് 12. പിന്നെ 10 വന്നു 5. നമുക്ക് പറയാൻ കഴിയും മേളിൽ 6,765 താഴെ 1 നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. നമ്മുടെ ഉത്തരം താഴെ 1 വന്ന പരിപാടി കഴിഞ്ഞു. 6,765. ഓക്കെ ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ആദ്യം ഇതിനെ 4 കൊണ്ട് ഹരിച്ചു, പിന്നെ ഇതിനെ 2 കൊണ്ട് ഹരിച്ചു. ഇനി ചില ആളുകൾ എങ്ങനെ ചെയ്യുമെന്നറിയാമോ? ആദ്യം താഴെയും മേളിലും 2 കൊണ്ട് ഹരിക്കും, പിന്നെയും താഴെയും മേളിലും 2 കൊണ്ട് ഹരിക്കും, പിന്നെയും താഴെയും മേളിലും 2 കൊണ്ട് ഹരിക്കും. ഒരു തെറ്റുമില്ല, താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ പറയുന്നത്, എടാ ഞാൻ വെട്ടിയ പോലല്ലല്ലോ നീ വെട്ടിയത്, ഞാൻ വെട്ടിയപ്പോൾ ഇത് കിട്ടി, നീ വെട്ടിയപ്പോൾ ഒറ്റയടിക്കതാ എന്നൊക്കെ ചില ആളുകൾ പറയാറില്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വെച്ചും ഹരിക്കാം, താഴെയും മേളിലും. ഇനിയും അത്യാവശ്യം ചിന്തിക്കുന്ന കുഞ്ഞുങ്ങള് ഈ ഡിവിസിബിലിറ്റി റൂൾ 8ന്റെ അറിയാവുന്നവര് പെട്ടെന്ന് ചിന്തിക്കും, എടാ 120 അറ്റത്ത് വന്നതുകൊണ്ട് 8 കൊണ്ട് ഹരിക്കാം മേളിലത്തെ സംഖ്യയും, താഴത്തെ സംഖ്യയും 8 കൊണ്ട് ഹരിക്കാം. അപ്പൊ മേളത്തെ സംഖ്യയും താഴത്തെ സംഖ്യയും 8 കൊണ്ട് ഹരിക്കാം എന്ന് മനസ്സിലാക്കിയ ഒരാൾ പെട്ടെന്ന് 54,120നെ 8 കൊണ്ട് ഹരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 6 8 48. 6 8 ബാക്കി എത്ര വന്നു? ശിഷ്ടം 61 വന്നു. 6 7 56 ബാക്കി എന്ത് വന്നു? 5 വന്നു. 52. അപ്പൊ 6 8 48 ബാക്കി ശിഷ്ടം 4 20 വന്നു. ഇത് 6,765 എന്ന് കിട്ടും. 8നെ 8 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. താഴെയും മേളിലും 8 കൊണ്ട് ഹരിക്കുവാണ് നമുക്ക് എന്തായാലും ഇത് താഴെ ഒറ്റയടിക്ക് 1 ആവും. 6,765 എന്ന് നിസ്സംശയം പറയാം. കണ്ടോ? ഇത് വേണേ ഒറ്റയടിക്ക് വേണേലും 8 കൊണ്ട് ഹരിക്കാം. പിന്നെ ഓരോ ആളുകളും പല രീതിയിലുള്ള ആളുകളാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഡിവിസിബിലിറ്റി റൂള് 1 മുതൽ 12 വരെ നിശേഷ ഹരണം. ഇതിനെ 4 കൊണ്ട് പറ്റും, ഇതിനെ 8 കൊണ്ട് പറ്റും, ഇതിനെ 7 കൊണ്ട് പറ്റും, ഇതിനെ 5 കൊണ്ട് പറ്റും എന്ന് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നവർക്ക് ഈ പ്രോസസ്സൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് ഇനി നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ 2 പ്രാവശ്യം 2 കൊണ്ട് 4 കൊണ്ടും ഒക്കെ ആയിരിക്കും. എന്തായാലും ലാസ്റ്റിൽ ഈ ഉത്തരത്തിലേക്ക് എത്തും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്തായാലും നിങ്ങൾക്ക് ഇവരെ കൊല്ലണം. മനസ്സിലായോ? ഇവരെ ഇങ്ങനെ കൊന്ന് ലാസ്റ്റിൽ 1-ലാക്കണം. അപ്പൊ എന്തായാലും വെട്ടി കൊല്ലണം ഇവരെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വെട്ടി കൊല്ലണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ഏറ്റവും വലിയ സംഖ്യ വെച്ച് ഒരൊറ്റ വെട്ടിന് ചാവണം. മനസ്സിലായോ? ഒരൊറ്റ വെട്ടിന് ചാവണം. അപ്പോഴാണ് കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. അല്ലെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്യും? ആദ്യം 2 കൊണ്ട് വെട്ടും, പിന്നെ 4 കൊണ്ട് വെട്ടും. അതിനേക്കാളും ചില ആളുകൾ പെട്ടെന്ന് ഒരൊറ്റ അടിക്ക് 8 വെച്ച് വെട്ടും. ഏറ്റവും വലിയ വെട്ട് വെട്ടി ഒറ്റ വെട്ടിന് കൊല്ലുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ചെറുതായിട്ട് വെട്ടി കൊന്നാലും ലാസ്റ്റ് ചാവും, ഉറപ്പാണ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം? വലിയ സംഖ്യ കൊണ്ട് പറ്റുമെങ്കിൽ താഴെ മേളിലും പറ്റുമെങ്കിൽ ഒരൊറ്റ വെട്ട് കൊല്ലാം. അപ്പൊ ഇവിടെ നോക്കാം. ഈ സംഖ്യകളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 30,870 ഇത് 9.
അപ്പൊ ഇതിലെ അക്കങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. 3 8 11, 11 7 18. നമുക്ക് മനസ്സിലായി അക്കങ്ങൾ കൂട്ടിയപ്പോ 18. 3 വെച്ച് ഇവനെ ഹരിക്കാം. 9നെയും നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് ഹരിക്കാം. പിന്നെ ഡിവിസിബിലിറ്റി റൂൾ പഠിച്ചവർക്ക് അറിയാം. എടാ താഴെയും മേളിലും 9 ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ നോക്കണം. ഇപ്പൊ ഇതിനെ കൂട്ടിയപ്പോ 18 വന്നു. 9ന്റെ ഗുണിതമാണ്. 9ന്റെ ഗുണിതം കൂട്ടിയപ്പോ വന്ന നമുക്ക് ഇവനെ നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. 9നെയും നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് ഹരിക്കാം. താഴെയും മേളിലും നമ്മൾ 9 കൊണ്ടൊന്ന് ഹരിക്കാൻ പോവാണ്. 9 കൊണ്ട് ഇവനെ ഹരിക്കണം. 9 3 27. ശിഷ്ടം 3 8 വരും. അങ്ങനെ 38 ആവും. 9 4 36. ശിഷ്ടം 2 വരും. 27 ആവും. 9 3 27. ബാക്കിയുള്ള 0 ഇവിടോട്ട് കൊടുത്തു. 9 9. താഴെ മേളിൽ 9 കൊണ്ട് ഹരിച്ചപ്പോ നമ്മുടെ ലക്ഷ്യം കിട്ടി. താഴെ 1 ആയി, മേളിൽ 3430 ആയി. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വന്നു. താഴെ 1 ആയി. നമ്മുടെ ഉത്തരം 3430 സെറ്റാണ്. മുമ്പോട്ട് പോവാം. അടുത്ത് 6412/2, പിന്നെ 6204/11 നമുക്ക് നോക്കാം. ഇത് വേറെ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം 2 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ പകുതി എടുക്കാന്ന്. അപ്പൊ ഇവനെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, ഇവനെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 6412നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരിച്ചു നോക്കൂ. 3 2 പിന്നെ 1 വന്നു. 1നെ 2 കൊണ്ട് ഹരിക്കാത്തോണ്ട് മേളിൽ ഒരു 0 ഇട്ട് 12നെ 2 കൊണ്ട് ഹരിക്കണം. 12നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 6. വേണേ സൈഡിൽ കൊണ്ട് ചെയ്ത് നോക്കാം. 6412നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ ഇത്, 2നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 1. മേളിൽ ഇതുണ്ട്, താഴെ 1 ആയി. നമ്മുടെ ലക്ഷ്യമെത്തി. നമ്മുടെ ഉത്തരം സെറ്റാണ് 3206. പിന്നെ എല്ലാവർക്കും അറിയാം 2 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പകുതി എടുക്കാന്ന്. 6412ന്റെ പകുതി 3206. ഇനി 6204നെ 11 കൊണ്ട് ഹരിക്കണം. താഴെയും മേളിലും എന്തായാലും ഇവിടെ വേറെ ഒന്നിടവിട്ടുള്ള സംഖ്യകളൊക്കെ നോക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ഞാൻ അതൊക്കെ ഡിവിസിബിലിറ്റി റൂൾ നിങ്ങൾ കണ്ടാൽ മതി, മനസ്സിലാവും. ഇവിടെ 11നെ എന്തായാലും 11 അല്ലാതെ താഴെയും മേളിലും 11 ഒരു പ്രൈം നമ്പർ ആണ്, അഭാജ്യ സംഖ്യയാണ്. അപ്പൊ 11നെ എന്തായാലും 11 കൊണ്ടല്ലാതെ വേറൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 6204നെയും 11 കൊണ്ട് ഹരിക്കാമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നോക്കിക്കേ. 6204 11 5 55. ബാക്കി 7 0. 11 66. ബാക്കി 4 4 44. 11 4 44. അപ്പൊ മേളിൽ 564 വന്നു. താഴെ മക്കളെ 11നെ 11 കൊണ്ട് ഹരിച്ചാൽ 1 വന്നു. മേളിലും താഴെയും 11 കൊണ്ട് ഹരിച്ചു. അപ്പൊ മേളിൽ 564 താഴെ 1 താഴെ 1 നമ്മുടെ ലക്ഷ്യമെത്തി. നമ്മുടെ ഉത്തരം 564 സെറ്റാണ്. മുമ്പോട്ട് പോവാം. കുറച്ചുകൂടെ വലിയതിലോട്ട് പോവാം കേട്ടോ. കുറച്ചുകൂടെ വലിയതിലോട്ട് പോവാം. 8244/18, 7552/32. ഇനി നമുക്ക് കണ്ടാൽ എന്തായാലും മനസ്സിലാവത്തില്ല 18 കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവത്തില്ല. അപ്പോൾ എങ്ങനെങ്കിലും ഇവരെ ചെറുതാക്കണം, വെട്ടി. അപ്പോൾ ചില ആളുകൾ പെട്ടെന്ന് ചിന്തിക്കും, എടാ അറ്റത്ത് 4 അറ്റത്ത് 8, താഴെ മേളിലും നമുക്ക് 2 കൊണ്ട് പറ്റും. സത്യമാണ്, നമുക്ക് താഴെ മേളിൽ 2 കൊണ്ട് പറ്റും. നമുക്ക് 2 കൊണ്ട് ഒന്ന് ഹരിച്ചു നോക്കാം. 8244നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് 4, ഇത് 1, ഇത് 2, ഇത് 2. 18നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. ഇനിയും ഏത് സംഖ്യ കൊണ്ട് പറ്റും? അത്യാവശ്യം ചിന്തിക്കുന്നവർക്കറിയാം 9നെ 3 കൊണ്ട് പറ്റും, ഇവനെയും 3 കൊണ്ട് പറ്റുമോ നോക്കാം. എങ്ങനെ നോക്കാം? സംഖ്യകളൊന്ന് കൂട്ടിക്കേ. 4 1 5, 5 2 7, 7 2 9. കണ്ടോ? അപ്പൊ ഈ സംഖ്യകൾ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 9 വന്നു.
9 വന്നാൽ 3 കൊണ്ട് പറ്റും. ഇനി അക്കങ്ങൾ കൂട്ടുമ്പോൾ 9ന്റെ ഗുണിതം വന്ന 9 കൊണ്ടും പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 4122-നെ 9 കൊണ്ട് ഹരിക്കാം. 9നെയും നമുക്ക് 9 കൊണ്ട് ഹരിക്കാം. 4122-നെ 9 കൊണ്ട് ഹരിച്ചു നോക്കൂ. 9×4 36. ബാക്കി ശിഷ്ടം 5 52 ആവും. 9×5 45. ബാക്കി ശിഷ്ടം 7 രണ്ടും കൂടെ ചേരുമ്പോൾ 72 ആവും. 9×8 72. ശിഷ്ടമില്ല. 9 കൊണ്ട് ഹരിച്ചു. താഴെയും 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 1 ആയി. അപ്പൊ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിയ 1. മേളിൽ അപ്പം 458 ലക്ഷ്യമെത്തിയ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഉത്തരം 458 സെറ്റാണ്. പോവാം. ഇപ്പൊ കണ്ടോ? അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല വെട്ടുന്നത്. നിങ്ങൾ ആദ്യം 2 വെച്ച് വെട്ടും, പിന്നെ കൂട്ടിയപ്പോൾ മനസ്സിലാവും 3 കൊണ്ട് 9നെയും ഇതിനെയും പറ്റുമെന്ന് മനസ്സിലാവും. 3 വെച്ച് വെട്ടും, പിന്നെയും ഒന്നുകൂടെ 3 വെച്ച് വെട്ടും. കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. മേളിലും താഴെയും വെട്ടണം. താഴത്തുകാരെ എങ്ങനെങ്കിലും 1ലേക്ക് എത്തിക്കണം. മേളിലും താഴെയും വെട്ടുക എന്ന് പറഞ്ഞാൽ മേളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. ഒരേ സംഖ്യ, മേളിലും അത് താഴെയും അത്, അങ്ങനെ ഹരിച്ച് കൊണ്ടുവരണം. വലിയ വെട്ടുവെട്ടിയ പെട്ടെന്ന് ചാവും. അപ്പൊ എന്ത് ചെയ്യണം? കഴിവതും മേളിലും താഴെയും വലിയ സംഖ്യ കൊണ്ട് പറ്റുമോ എന്ന് നോക്കണം. ഇല്ലേച്ചാ നിങ്ങൾ ചെറിയ ഏതായാലും കുഴപ്പമില്ല. അടുത്ത് 7552-നെ 32 കൊണ്ട് ഹരിക്കണം. അപ്പോ പെട്ടെന്ന് കാണുന്നവർക്കറിയാം ഇവിടെയും 2 ഇവിടെയും 2. അപ്പൊ നമുക്ക് എന്തായാലും 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇവനെയും ഹരിക്കാം, ഇവനെയും ഹരിക്കാം. അപ്പൊ 7552-നെ 2 കൊണ്ട് ഹരിക്കാം. 3 6 വരും. അപ്പൊ ശിഷ്ടം 1 വരുമ്പോ 2 കൊണ്ട് ആ 1ഉം 15 കൂടെ ചേർത്ത് 7 ആവും. വീണ്ടും 1ഉം 15 കൂടെ ചേർത്ത് 7 ആവും. 12 ആവുമ്പോ 6 ആവും. അപ്പൊ 2 കൊണ്ട് ഹരിക്കുമ്പോ 3776. ഇവനെയും 2 കൊണ്ട് ഹരിക്കുമ്പോ 16. ഓക്കെ. വീണ്ടും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ചിലർ അപ്പൊ ചിന്തിക്കുന്നു താഴെ മേളും. വീണ്ടും എന്ത് ചെയ്യാം? 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ടൊന്ന് ഹരിച്ചു നോക്ക്. 1 2 2. ശിഷ്ടം 1 7. 8 2 16. അപ്പൊ 8 വന്നു. 17 ആകുമ്പോൾ 8 വന്നു. 16 ആകുമ്പോൾ വീണ്ടും 8 വന്നു. 1888. 16നെ ഹരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാൻ 2 കൊണ്ട് ഹരിച്ചപ്പോൾ 8 വന്നു. ആദ്യം 2 കൊണ്ട് ഹരിച്ചു, പിന്നെയും 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ മേളിൽ ഇപ്പോൾ 1888 ഉണ്ട്, താഴെ ഇപ്പോൾ 8 ഉണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവും 888-നെ 8 കൊണ്ട് ഹരിക്കാം, ഇവനെയും ഹരിക്കാം. ചില ആളുകൾ 8 8 വന്ന സ്ഥിതിക്ക് താഴെ മേളിൽ 4 കൊണ്ട് ഹരിക്കാം എന്നായിരിക്കും ആലോചിക്കുന്നത്. ഞാൻ ഇച്ചിരൂടെ വൈഡായിട്ട് പോവാം. നമുക്ക് താഴെ മേളിലും 4 കൊണ്ട് പറ്റുന്നുണ്ട്. 4 കൊണ്ട് ഹരിച്ചു നോക്കാം. 18-നെ 4 കൊണ്ട് ഹരിച്ചാൽ 4 16. ശിഷ്ടം 2. 28 ആവുമ്പോ 4 7 28. ശിഷ്ടമില്ല. 4 2 8. 472. 8-നെ 4 കൊണ്ട് ഹരിക്കുമ്പോ 2. ഇനി മേളിൽ ഇപ്പൊ 472 താഴെ ഇപ്പൊ 2 ആയി. എടാ 472-നെയും 2-നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം അല്ലേ? 472-നെ 2 കൊണ്ട് ഹരിക്കുമ്പോ 2. 7 ആവുമ്പോ 3. 236 ആവും. 2-നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ആവും. മക്കളെ മേളിൽ 236, താഴെ 1. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം താഴത്തെ സംഖ്യയെ 1 ആക്കുക എന്നാണ്. അതായി. ഇനി പോകണ്ട. നമ്മുടെ ഉത്തരം സെറ്റാണ്. 236 സെറ്റ്. കണ്ടോ? നമ്മുടെ ലക്ഷ്യം എപ്പോഴും എന്തുമായിരിക്കണം? താഴത്തെ സംഖ്യ 1 ആക്കണം. ചിലപ്പോൾ ഇത് നിങ്ങളെ ഞാൻ ഇച്ചൂടെ വലുതാക്കി വെട്ടി കാണിച്ചതേ ഉള്ളൂ. ഒന്നും ചിലപ്പോൾ ഒട്ടും അറിയാത്ത ആളുകൾ ചിലപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയായിരിക്കും വെട്ടുന്നത്. നിങ്ങൾ ചിലപ്പോൾ എങ്ങനെയായിരിക്കും വെട്ടേ? 32 16 8 ഒക്കെ വെച്ച് വെട്ടിയവരായിരിക്കും. എന്തായാലും ശരി, താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. നമ്മുടെ ലക്ഷ്യം ലാസ്റ്റിൽ താഴെ 1 വരണം. സെറ്റാണ്. 4128/16. ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും
ഈ 4128 നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം, 16 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. പക്ഷെ അത്യാവശ്യം അറിയാവുന്നവർക്കറിയാം അവസാനത്തെ രണ്ടക്കം 28 ആണ്. 28 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഈ സംഖ്യയും ഹരിക്കാം. 16 നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പം 4128 നമ്മൾ ആദ്യം 4 കൊണ്ട് ഹരിക്കാൻ നോക്കുന്നു. 1 4 4 ശിഷ്ടമില്ല. പിന്നെ നമ്മൾ വേണേ സൈഡിൽ കൊണ്ട് ഹരിച്ചു നോക്ക്. പിന്നെ നമ്മൾ താത്തിറക്കുന്ന 1 ആണ്. 1 4 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് മേളിൽ ഒരു 0 ഇട്ട് അടുത്തവനെ കൂടെ താത്തിറക്കും. 12. 3 12 ആണ്, 3 വരും. പിന്നെ 8 വരുമ്പോൾ 2 1032 വരും. ഹരിച്ചു നോക്കാം. ഇനി 16 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 4 വരും. അപ്പൊ മേളിൽ ഇപ്പോൾ 1032, താഴെ 4. വീണ്ടും 32 4 കൊണ്ട് ഹരിക്കാവുന്നുണ്ട്. 1032 നമ്മൾ 4 കൊണ്ട് ഹരിക്കും, 4 4 കൊണ്ട് ഹരിക്കും. 10 4 കൊണ്ട് ഹരിച്ചാൽ 4 2 8, ശിഷ്ടം 2 23 ആവും. 4 5 20, ശിഷ്ടം 3 32 ആവുമ്പം 8 വരും, 258. 4 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1, താഴെ 1 ആയി. മേളിൽ ഇപ്പോ 258 സെറ്റ്. ഇനി അടുത്ത് ഇവനെ 20 കൊണ്ട് ഹരിക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു പോയിന്റ് കുറച്ചു പേർക്കൊക്കെ അറിയാം. അതായത് മേളിലും താഴെയും 0 ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് മേളത്തെ ഈ 0വും താഴത്തെ ഈ 0വും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് മേളിൽ ഇപ്പോൾ 5 0, താഴെ 4 0. ഉള്ള 0 എല്ലാം കൂടെ വെട്ടിക്കളയരുത്. മനസ്സിലായോ? അതായത് എത്ര 0 മേളിലും താഴെയും ഒരുപോലെ വെട്ടാൻ പറ്റുമോ അത്. എടാ മേളിലും ഞാൻ ഒരു 0 വെട്ടി, താഴെയും ഒരു 0 വെട്ടി. ഇനി 0കളൊന്നും വെട്ടാനായിട്ടില്ല. മേളിൽ എന്തേ ഉള്ളൂ? 1138 ഉണ്ട്, താഴെ 2 ഉണ്ട്. 1138 നമുക്ക് 2 കൊണ്ട് ഹരിക്കണം. അപ്പം ഇതിനെയും നമുക്ക് 2 കൊണ്ട് പറ്റും, ഇതിനെയും 2 കൊണ്ട് പറ്റും. 1138 2 കൊണ്ട് ഹരിക്കുമ്പോൾ 5 വരും 10, ശിഷ്ടം 1 3. 6 വരും 12, ശിഷ്ടം 1 8 9. 2 2 കൊണ്ട് ഹരിച്ചാൽ 1. സോ നമ്മുടെ ഉത്തരം സെറ്റാണ് 569. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. 17830/50. അപ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലായി താഴെ മേളിലും 0 ഉണ്ട്. താഴെ നിന്നും നമുക്കൊരു 0 ക്യാൻസൽ ചെയ്യാം, മേളിൽ നിന്നും നമുക്കൊരു 0 ക്യാൻസൽ ചെയ്യാം. ഇനിയുള്ള 0കളൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതായത് മേളിൽ എത്ര 0 അതിനനുസരിച്ച് താഴെ. മേളിലും താഴെയും നമുക്ക് ഒരു 0 ക്യാൻസൽ ചെയ്യാം, ഇനി പറ്റൂല. കാര്യം ഒരേപോലെ താഴേന്നും മേളിൽ നിന്നും പോകണം. ശരിക്കും പറഞ്ഞാൽ മക്കളെ, ഈ 0 ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 10 കൊണ്ട് ഹരിക്കാന്ന്. ഇപ്പം ഇവിടെ ഒരു 10 ഉണ്ട്, അവിടെ ഒരു 10, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മേളിൽ എത്ര 0 അതിനനുസരിച്ച് താഴെ. അപ്പം മേളിൽ ഇപ്പം 17,800 ഉണ്ട്, താഴെ 5 ഉണ്ട്. മേളിലും താഴെയുമുള്ള സംഖ്യകളെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. കാര്യം അറ്റത്ത് 0 വന്ന ആ സംഖ്യയെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. മക്കളെ 17 5 വെച്ച് ഹരിച്ചാലായി 3 15, ശിഷ്ടം 2. 25, ശിഷ്ടം 3. 6 വരും 0 വരും. 17,800 5 വെച്ച് ഹരിച്ചാൽ 3560 ആവും. 5 5 വെച്ച് ഹരിച്ചാൽ 1 ആവും. സോ നമ്മുടെ ഉത്തരം 3560 സെറ്റ്. ഓക്കെ. ഇനിയും മേളിൽ നിന്നും ഒരു 0, താഴെ നിന്നും. മേളിൽ നിന്നും ഒരു 0, താഴെ നിന്നും. ഇനി 0 ക്യാൻസൽ ചെയ്യാൻ ഇല്ല. അതായത് മേളിൽ നിന്നും താഴെ നിന്നും 2 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി മേളിൽ ഇപ്പോൾ 60 ഉണ്ട്, താഴെ ഇപ്പോൾ 3 ഉണ്ട്. അപ്പൊ 60 ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി 60നെയും നമുക്ക് 3 വെച്ച് ഹരിക്കാം, 3നെയും നമുക്ക് 3 വെച്ച് ഹരിക്കാം. മക്കളെ 60നെ 3 വെച്ച് ഹരിക്കുമ്പോൾ ഹരിച്ചു നോക്കൂ 20. 3നെ 3 വെച്ച് ഹരിക്കുമ്പോൾ ഹരിച്ചു നോക്കൂ 1. നമ്മുടെ ലക്ഷ്യമെത്തി 20/1. 1 വന്ന പരിപാടി നിർത്തി. നമ്മുടെ ഉത്തരം സെറ്റാണ്. മക്കളെ ഇനി നമ്മൾ വലിയ ചോദ്യത്തിലോട്ട് പോവാണേ. മേളിൽ ഇത്രയുണ്ട്, താഴെ ഇത്രയുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തുവാ? താഴത്തെ സംഖ്യകളെ എങ്ങനെയെങ്കിലും 1 ആക്കണം.
ചിലപ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താം, ചിലപ്പോൾ എത്താൻ പറ്റാതിരിക്കാം. നമുക്ക് നോക്കാം, പറ്റുന്നത്ര നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പൂജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വെട്ടാം. ഈ പൂജ്യവും ഈ പൂജ്യോടെ വെട്ടി, ഈ പൂജ്യോടെ വെട്ടി. മേളിൽ ഇനി ഇവിടെ 2 ഇവിടെ 1 ഉള്ളൂ കേട്ടോ, ഓർത്തോണം. ഈ പൂജ്യോടെ വെട്ടി. അപ്പം മേളിൽ ഇവിടെ 2 ഇവിടെ 4 ഉള്ളൂ, ഓർത്തോണം. അപ്പം പൂജ്യങ്ങളെല്ലാം ദൈവം സഹായിച്ച് ക്യാൻസലായി പോയിട്ടുണ്ട്. ഇനി ഓരോന്നും വെട്ടാൻ പറ്റുമോ എന്ന് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെട്ടുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ വെട്ടുന്നത്, നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ആൾ വെട്ടുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ. അതൊന്നും നിങ്ങൾ നോക്കേണ്ട. ഇൻ ദ എൻഡ് നമ്മൾ വെട്ടിയതൊക്കെ ശരിയാണ്. ഒരേ സംഖ്യകളെ വെച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റിൽ ഒരിടത്തെത്തും. ഒരു ഉത്തരം പല വഴി. ഓക്കെ മക്കളെ, എനിക്കും നിങ്ങൾക്കും അറിയാം 12നെയും നമുക്ക് 3 വെച്ച് ഹരിക്കാം, 3നെയും നമുക്ക് 3 വെച്ച് ഹരിക്കാം. 12നെ 3 വെച്ച് ഹരിച്ച 4, 3നെ 3 വെച്ച് ഹരിച്ച 1. സെറ്റല്ലേ? 12നെ 3 വെച്ച് ഹരിച്ചാൽ 4, 3നെ 3 വെച്ച് ഹരിച്ചാൽ 1. ഓക്കെ, ഇനി നോക്ക. 4നെയും 2നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 4നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, 2നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. ചിലർ അങ്ങനെ ചിന്തിക്കും. പക്ഷെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇവിടെയും ഒരു 2 ഉണ്ട്, ഇവിടെയും ഒരു 2 ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാര്യം താഴെയും മേളിലും ഒരേ സംഖ്യ വരുവാണെങ്കിൽ അവരെ നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2ഉം 2ഉം. അപ്പോൾ വെട്ടിക്കളഞ്ഞ അവിടെ 0 പറയരുത്. 2ഉം 2ഉം, 2നെയും 2 കൊണ്ട് ഹരിക്കാൻ 1 വരും, 2നെയും 2 കൊണ്ട് ഹരിക്കാൻ 1 വരും. അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് സിമ്പിളി താഴെയും മേളിലും ഒരേ സംഖ്യ വരുവാണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് 1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ 1 ആയി, ഇവിടെ ഇപ്പോൾ 1 ആയി, ഇവിടെ ഓൾറെഡി ഒരു 1 ആയി. അപ്പൊ താഴത്തുകാരെല്ലാം 1 ആയി. നമ്മുടെ ലക്ഷ്യം സാധിച്ചു. മേളിൽ എന്തുണ്ട്? ഇപ്പോ 4 ഉണ്ട് ഇൻറ്റു, ഇവിടെ 4 ഉണ്ട് ഇൻറ്റു, ഇവിടെ 16 ഉണ്ട് ഇൻറ്റു, ഇവിടെ 1. ഓക്കെ, ഇനി ഇത് ഗുണിച്ചേ. 4 ഗുണം 4 16, 16 ഗുണം 16. നമ്മുടെ ഉത്തരം സെറ്റാണ്, 256. ഇച്ചിരി വലിയ ചോദ്യമല്ലേ? ഞാൻ ഒന്നുകൂടെ സ്പീഡിൽ വെട്ടാം, പടപടയെന്ന്. 0 0 0 0 0 0. ഓക്കെ, ഈ രണ്ടും വെട്ടി. 12ഉം 3ഉം 3 വെച്ച് നമുക്ക് ഹരിക്കാം. 1 3 3, 3 4 12. താഴെ എല്ലാം 1 ആയി. മേളി 4 ഗുണം 4 ഗുണം 16 ഗുണം 1. കാര്യം വെട്ടുക എന്ന് പറഞ്ഞാൽ താഴെ മേളിൽ ഒരേ സംഖ്യ കൊണ്ടാണ് വെട്ടുക. അപ്പൊ ഇവിടെ 1 ഇവിടെ 1. അപ്പൊ 4ഉം 4ഉം 16, 16 ഗുണം 16 256. അപ്പൊ അടുത്ത ചോദ്യം ഇത്രയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വെട്ടണം. എന്ത് വെച്ച് വെട്ടണം? നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യുന്ന പോലെ പൂജ്യങ്ങൾ തമ്മിൽ വെട്ടാൻ പറ്റുമെന്ന് നോക്കണം. ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ഈ 0 വെട്ടി, ഈ 0 വെട്ടി വെട്ടി. അപ്പൊ കുറച്ച് പേര് ചിന്തിക്കും, ഇവിടെ ഒരു 0 ഉണ്ട്, അതിവിടെ വെട്ടല്ലേ? അതങ്ങ് കൈ വെച്ചാൽ മതി. കാര്യം എന്താ? മേളിലും 0 വെട്ടാനുണ്ടെങ്കിൽ മാത്രമല്ല വെട്ടാൻ പറ്റൂ. മേളിലും താഴെയും ഒരേപോലെ വെട്ടണം. മേളിൽ നിന്നും 2, താഴെയിൽ നിന്നും 2. താഴെ ഒന്നുകൂടെ ഉണ്ട്, പക്ഷെ മേളി വെട്ടാൻ നമുക്ക് പറ്റൂല. ഓക്കെ, കയ്യിലൊക്കെ ആണ്, സെറ്റാണ്. ഇനി നമുക്ക് താഴെ മേളിൽ ഒരേ സംഖ്യ കൊണ്ട് വെട്ടി ചെറുതാക്കാം. 3ഉം 12ഉം 3 വെച്ച് ചെറുതാക്കാം. 3നെയും 3 കൊണ്ട് ഹരിക്കാം, 12നെയും 3 കൊണ്ട് ഹരിക്കാം. 1 3 3, 3നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ആയി. 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ 4 ആയി. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? ചിലര് ചിന്തിക്കും 14ഉം 70ഉം വെട്ടാവല്ലോ. വളരെ നല്ല ചിന്തയാണ്, പെട്ടെന്ന് വെട്ടാൻ പറ്റും. കാര്യം കുറേ പേർക്ക് അറിയാം 14ന്റെ പട്ടികയിൽ 70 ഉണ്ട്. 14 5 70. അപ്പൊ 14നെയും 70നെയും നമുക്ക് വെട്ടാം. ഇനി ചില കുഞ്ഞുങ്ങൾ അത്രയും ചിന്തിക്കണമെന്നില്ല, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. 5ഉം 70ഉം 5ന്റെ പട്ടികയിൽ അല്ലെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 5നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. അറ്റത്ത് 0 വന്നതുകൊണ്ട് 70നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 5നെ 5 വെച്ച് ഹരിക്കുമ്പോൾ 1, 70നെ 5 വെച്ച് ഹരിച്ചു നോക്കൂ 14. 5 കൊണ്ട് ഇവരെ 2 പേര്. ഇപ്പൊ നമുക്കൊരു ലോട്ടറി ആയി. എടാ, ഇവിടെയും ഒരു 14, ഇവിടെയും ഒരു 14 വെട്ട്. ഇവിടെയും വെട്ടി. അപ്പൊ ഇവിടെ 1 വന്നു, ഇവിടെ
പൂജ്യം ഒന്നും എഴുതി വെക്കരുത്. കാര്യം 14 14 വെട്ടുക എന്ന് പറഞ്ഞാൽ 14 14 കൊണ്ട് ഹരിച്ചു എന്നാ. 14 14 ഒരേ സംഖ്യ വന്ന് വെട്ടി എവിടെ ഒന്ന് ഇവിടെ ഒന്ന്. ഇനി എന്തുണ്ട്? 2 താഴെയുണ്ട്, ബാക്കി രണ്ടിടത്തും 1 ആയി മാറി. 2 താഴെയുണ്ട്, ഇവിടെ ഒരു 4 ഉണ്ടല്ലോ. 4നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, 2നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2, 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1. നമ്മുടെ ഉദ്ദേശം നടന്നു, ലക്ഷ്യത്തിലെത്തി. താഴെ എല്ലാം 1 ആയി, മേളില് ആരൊക്കെയുണ്ട്? താഴെ 1 ആയ പരിപാടി നിർത്തി, മേളത്ത് ആരെ മതി നമുക്ക്. താഴെ 1 ആയി, മേളിൽ ആരൊക്കെയുണ്ട്? 14ന്റെ സ്ഥാനത്ത് 1 ഇൻറ്റു 16 ഇൻറ്റു 1 ഇൻറ്റു 2. കാര്യം 1 ഉണ്ട്, 16 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഗുണിച്ച് 16ഉം 2 കൂടെ ഗുണിച്ച് നമ്മുടെ ഉത്തരം സെറ്റാണ്, 32. പൊളി. അടുത്ത് ആണ്ട് കുറച്ചുകൂടെ വലിയ ചോദ്യത്തിലോട്ട് നമ്മൾ കയറുവാണേ. നോക്ക്, വെട്ടാം. ആദ്യം 0 വല്ലതും ഉണ്ട്, വെട്ടാം. ഇവിടുന്നും ഒരു 0 വെട്ടി, ഇവിടുന്നും ഒരു 0 വെട്ടി, ഇവിടുന്നും ഒരു 0 വെട്ടി, ഇവിടുന്നും ഒരു 0 വെട്ടി. 0 കംപ്ലീറ്റ് ആയിട്ട് മക്കളെ വെട്ടിപ്പോയി. സെറ്റ്. ഇനി വെട്ടി നോക്കാം. ഇനി അത്യാവശ്യം സ്ക്വയർ അറിയാവുന്നവർക്കറിയാം. എടാ 14ന്റെ സ്ക്വയറാണ് 196. 15 വരെ, കുറഞ്ഞത് 20 വരെയുള്ള സ്ക്വയർ ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. 14ന്റെ സ്ക്വയറാണ് 196. അപ്പൊ 14നെയും 196നെയും നമുക്ക് വെട്ടാൻ പറ്റും. അതായത് 14നെയും നമുക്ക് 14 കൊണ്ട് ഹരിക്കാം, 196നെയും നമുക്ക് 14 കൊണ്ട് ഹരിക്കാം. 14നെ 14 കൊണ്ട് ഹരിച്ചാൽ 1, 196നെ 14 കൊണ്ട് ഹരിച്ചാൽ 14. ഓക്കെ, കാര്യം 14 ഗുണം 14 അല്ലേ 196. ഇനിയും സ്ക്വയർ അറിയാവുന്നവർക്കറിയാം. എടാ 13ന്റെ സ്ക്വയറാണ് 169. അപ്പൊ 13നെയും നമുക്ക് 13 കൊണ്ട് ഹരിക്കാം, 169നെയും നമുക്ക് 13 കൊണ്ട്. താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. 13നെ 13 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 169നെ 13 കൊണ്ട് ഹരിക്കുമ്പോൾ 13. 13 ഗുണം 13, ഇവിടെ 1 ഇവിടെ. മേളിൽ ഒരു 11 ഉണ്ട്, താഴെ ഒരു 22 ഉണ്ട്. എടാ 11ന്റെ പട്ടികയിൽ 11 കൊണ്ട് 22 ഉണ്ട്. 11 കൊണ്ട് നമുക്ക് 11നെയും ഹരിക്കാം, 11 കൊണ്ട് നമുക്ക് 22നെയും ഹരിക്കാം. ഒരു 11 11, 11 2 22. 11നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 22നെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ 2. ഇനി 2 കൂടെ പോയ നമ്മുടെ ലക്ഷ്യം എത്തും അല്ലേ? മേളിൽ ഇപ്പൊ ഒരു 14 ഉണ്ട്, താഴെ ഇപ്പൊ ഒരു 2 ഉണ്ട്. 14നെയും 2നെയും നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം. 14നെ 2 കൊണ്ട് ചെറുതാക്കിയാൽ 7, 2നെ 2 കൊണ്ട് ചെറുതാക്കി, അതായത് ചെറുതാക്കാൻ തന്നെ ഹരിക്കുക. 14നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 7 വന്നു, 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വന്നു. അപ്പൊ നമ്മുടെ ലക്ഷ്യമെത്തി. താഴെ എല്ലാം 1 ആയി, മേളിൽ ആരൊക്കെയുണ്ട്? മേളിൽ ഇപ്പൊ 13 ഉണ്ട്, ഗുണം 7 ഉണ്ട്, ഗുണം 1 ഉണ്ട്, 3 ഉണ്ട്. 13 7 കൂടെ ഗുണിച്ച് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഗുണിച്ചു നോക്കൂ. 13 ഗുണം 7 91. 91 ഗുണം 3 എന്ന് പറയുമ്പോ ഗുണിച്ചു നോക്കൂ, നമ്മുടെ ഉത്തരം സെറ്റാണ്, 273. പൊളി. ചോദ്യം ഇങ്ങനെയാണ്: 15 ഗുണം 4 ഗുണം 54/16 ഗുണം 2 ഗുണം 6 ഗുണം 20 വെട്ടണം. അപ്പൊ താഴെയും മേളിലും മക്കളെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിലേ വെട്ടാൻ പറ്റൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എടാ 15ഉം 20ഉം 5 വെച്ച് ഹരിക്കാം. കാര്യം 15നെയും 5ലും 0ലും അവസാനിക്കുന്നതുകൊണ്ട് 15നെയും നമുക്ക് 5 വെച്ച് ഹരിക്കാം, 20നെയും നമുക്ക് 5 വെച്ച് ഹരിക്കാം. ഓക്കെ, അപ്പൊ 15നെ 5 വെച്ച് ഹരിച്ചാൽ 3, 20നെ 5 വെച്ച് ഹരിച്ചാൽ 4. അപ്പൊ നമുക്കൊരു ലോട്ടറി അടിച്ചു. താഴെയും മേളിലും 4, താഴെയും മേളിലും ഒരേ സംഖ്യ ആണെങ്കിൽ അത് നമുക്ക് വെട്ടാം, ഒരേപോലെ വെട്ടാം. ഇവിടെയും 1 എഴുതി, ഇവിടെയും 1 എഴുതി. ഇനി നമുക്കെല്ലാവർക്കും അറിയാം 6ഉം 54ഉം 6ന്റെ പട്ടികയിലുണ്ട്.
ചിലർ ചിന്തിക്കും എടാ 3 ഇതും ഉണ്ടല്ലോ. ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വലിയ നമ്പർ കൊണ്ട് വെട്ടിയാൽ പട്ടയെന്ന് പരിപാടി കഴിയും. ഒറ്റ വെട്ടിന് കൊന്ന അത്രയും നല്ലത്. 6ഉം 54ഉം 6ന്റെ പട്ടികയിലുണ്ട്. അപ്പോൾ 54നെയും നമുക്ക് 6 കൊണ്ട് ഹരിക്കാം, 6നെയും നമുക്ക് 6 കൊണ്ട് ഹരിക്കാം. 54നെ 6 കൊണ്ട് ഹരിച്ചാൽ 9, 6 9 54. 6നെ 6 കൊണ്ട് ഹരിച്ചാൽ 1. ഇനിയും ഇല്ല. ചില ആളുകൾ ചിലപ്പോൾ ചെയ്യുന്നത് ഈ 3ഉം 6ഉം വെട്ടി ഒരു 3 3 ഇത് അങ്ങനെ ചെയ്തിട്ടായിരിക്കും. നിങ്ങളുടെ സൗകര്യം ഏത് വേണേൽ ചെയ്യാം. അവസാനം നമ്മൾ ഒരിടത്തിലേക്ക് എത്തും. ഞാൻ ഇവിടെ വരെ ഒന്നുകൂടെ പറയുന്നു. 15ഉം 20ഉം 5 വെച്ച് വെട്ടുന്നു. 5 വെച്ച് 2നെയും ഹരിക്കുന്നു. ഇത് 3 ആവും, ഇത് 4 ആവും. ഈ 4ഉം 4ഉം ഒരേ സംഖ്യ ആയതുകൊണ്ട് വെട്ടി അവിടെ 1 എഴുതി. 54നെയും 6നെയും 6 വെച്ച് ഹരിക്കുന്നു. 54നെ 6 വെച്ച് ഹരിച്ചാൽ 9, 6നെ 6 വെച്ച് ഹരിച്ചാൽ 1. ഇനി നിങ്ങൾ നല്ലവണ്ണം ഒന്ന് നോക്കിക്കേ. താഴെ മേളിലും കിടക്കുന്ന സംഖ്യകൾ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? പറ്റൂല. ആലോചിച്ചോ. ചിലർ വിചാരിക്കും എടാ 9നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. ഓക്കെ, ഹരിക്കാം. പക്ഷെ താഴെ കിടക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 3നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. താഴെ കിടക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 16നെ നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. അത് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. മേളിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇനി ഇത് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് താഴെ എല്ലായിടത്തും 1ലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ലക്ഷ്യം ഇവിടെ നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് മേളിൽ ആരൊക്കെയുണ്ട്? 3 ഗുണം 1 ഗുണം 9. 3 ഗുണം 1 ഗുണം 9 27. താഴെ ആരൊക്കെയുണ്ട്? 16 ഗുണം 2 ഗുണം 1 ഗുണം 1. 16 ഗുണം 2 32. അപ്പൊ മേളില് 27 ഉണ്ട്, താഴെ 32 ഉണ്ട്. ഇനി ഒരു രീതിയിലും ഈ സാധനം വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. കാര്യം മേളിൽ നിന്നും താഴെ നിന്നും ഒരേ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാലേ വെട്ടാൻ പറ്റൂ. മേളിൽ നിന്നും താഴെ നിന്നും 3 9 ഉണ്ട്, താഴെ ഇത്രയുണ്ട്. ഇത് തമ്മിൽ ഒരേ സംഖ്യ കൊണ്ട് ഒരിക്കലും വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതും. മേളിൽ 27 ഗുണിച്ച് താഴെ 32. വേണമെങ്കിൽ പിന്നെ 27നെ സൈഡിൽ കൊണ്ട് 32 കൊണ്ട് ഹരിച്ച് പോയിന്റ് സംതിങ് എന്നൊക്കെ എഴുതാം. അത് അന്നേരത്തെ ഇതുപോലെ. പക്ഷെ നമുക്ക് വെട്ടിച്ചെറുതാക്കാൻ ഇനി ഇതിനെ നടക്കത്തില്ല. 27/30. അടുത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 0 ഒന്നും ക്യാൻസൽ ചെയ്യാനായിട്ടില്ല. ചില ആളുകൾക്ക് 17ന്റെ പട്ടിക അറിയാവുന്നവർക്കറിയാം. 17 ഗുണം 4 ആണ് 68. കാര്യം 17 2 32, പിന്നെ 2 കൂടെ വരുമ്പോൾ 17 2 34, പിന്നെ 2 കൂടെ വരുമ്പോൾ 68. ഇനി അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവരില്ല, പോട്ട്. 11 8ഉം 88 കൊണ്ട് 11 88ഉം 11 കൊണ്ട് ഹരിക്കാം. 11ന്റെ പട്ടികയിലും 11 ഉണ്ട്. 88നെയും നമുക്ക് 11 കൊണ്ട് ഹരിക്കാം. 11നെ 11 കൊണ്ട് ഹരിച്ചാൽ 1. 88നെ 11 കൊണ്ട് ഹരിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം 8. ഇനി വെട്ടാൻ പറ്റുന്നവർ വല്ലതും ഉണ്ടോ എന്ന് നോക്കി. 42ഉം 7ഉം മക്കളെ നമുക്കെല്ലാവർക്കും അറിയാം 7 കൊണ്ട് ഹരിക്കാം. 42നെയും 7 കൊണ്ട് ഹരിക്കാം, 7നെയും 7 കൊണ്ട് ഹരിക്കാം. 7നെ 7 കൊണ്ട് ഹരിച്ചാൽ 1 വരും. 42നെ 7 കൊണ്ട് ഹരിച്ചാൽ 7 6 42. ഓക്കെ ആണ്. ഇനിയും 68 8ഉം എന്തായാലും 8ന്റെ പട്ടികയിലില്ല. 8 8 64, പിന്നെ 72. 4 കൊണ്ട് പറ്റും. അപ്പൊ 68നെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, 8നെയും 4 കൊണ്ട്. താഴെയും മേളിലും മക്കളെ ഒരേ സംഖ്യ ഉണ്ട്. 68നെ 4 കൊണ്ട് ഹരിച്ചു നോക്കൂ, 17 വരും. 8നെ 4 കൊണ്ട് ഹരിച്ചു നോക്കൂ, 2 വരും. ഓക്കെ ആണ്. ഇപ്പൊ നമുക്കൊരു ലോട്ടറി ആയി. എടാ മേളിലും ഉണ്ട് 17, താഴെയും ഉണ്ട്. അപ്പൊ 17നെ 17 കൊണ്ട് ഹരിച്ചാൽ 1, 17ഉം 17ഉം വെട്ടിക്കളഞ്ഞു 1. അപ്പൊ മേളിലും 17 2 അങ്ങ് പോയി. ഇനി മേളിൽ ഒരു 6, താഴെ ഒരു 2. 6ന്റെ പട്ടികയിലും 6നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, 2നെയും 2 കൊണ്ട് ഹരിക്കാം. 6നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1. അപ്പൊ താഴെയെല്ലാം 1 ആയി, ലക്ഷ്യസ്ഥാനത്തെത്തി. മേളിൽ ഇപ്പൊ ആരുമില്ല, 3 മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ഉത്തരം 3 സെറ്റ്. അപ്പോൾ അടുത്ത്
രണ്ടെണ്ണം ഉണ്ട് സ്ക്രീനിൽ. 312/2 × 13 8 × 25/5 ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാം 312നെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 312നെയും 2 കൊണ്ട് ഹരിക്കാൻ 2നെയും ഹരിക്കാം. 312നെ 2 കൊണ്ട് ഹരിച്ചു നോക്കൂ. അപ്പോൾ എത്ര വരും? 312നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം 1 വരും. 11 5 12 156 ആവും. 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1. മേളിൽ 156, താഴെ 13. 13 ഒരു അഭാജ്യ സംഖ്യയാണ്. 13നെ നമുക്ക് മറ്റു ഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ 13നെയും 156നെയും ഹരിക്കാൻ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകിൽ 13 ആയിരിക്കും ഉറപ്പ്, അല്ലാതെ വേറെ നടക്കത്തില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 156നെ 13 കൊണ്ട് ഹരിക്കുമ്പോൾ 1 13 13, ശിഷ്ടൻ 2 വരും. 26 ആവുമ്പോൾ 2. ഓക്കെ, അപ്പൊ 13നെ നമ്മൾ 13 കൊണ്ട് ഹരിച്ചു. 156നെയും നമ്മൾ 13 കൊണ്ട് ഹരിച്ചു 12. 13നെയും 13 കൊണ്ട് ഹരിച്ചു 1. താഴെ മേളിൽ എപ്പോഴും ഒരേ സംഖ്യ ഉണ്ട്. അപ്പൊ മേളിൽ 12, താഴെ 1. താഴെ 1 ആയ സ്ഥിതിക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ഉത്തരം 12 സെറ്റ്. 8 × 25/5. അപ്പൊ മക്കളെ നമ്മൾ മേളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 25നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം, 5നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 25നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 5 വന്നു. 5നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വന്നു. വേറെ ഒന്നുമില്ല, ലക്ഷ്യസ്ഥാനത്തെത്തി. 8 × 5 നമ്മുടെ ഉത്തരം സെറ്റാണേ 40. അടുത്ത് ഒരു 2 ചോദ്യം കൂടെ. വെട്ടാൻ പറ്റുന്നതൊക്കെ നമുക്കൊന്ന് വെട്ടി നോക്കാം. ശ്രദ്ധിക്കുക. ഇവിടുന്നും ഒരു 0 വെട്ടി, ഇവിടുന്നും ഒരു 0 വെട്ടി, ഇവിടുന്നും ഒരു 0 വെട്ടി, ഇവിടുന്നും ഒരു 0 വെട്ടി. ഇനി ഇവിടുന്നും ഒരു 0 വെട്ടി, ഇവിടുന്നും ഒരു 0 വെട്ടി. അപ്പൊ കണ്ടപ്പോൾ ഒരു സഹതാപം തോന്നിയിട്ട് ആ 0 കൂടെ വെട്ടിക്കളയരുത്. മേളിലും താഴെയും ഒരേ നമ്പർ ഓഫ് 0 വെട്ടാൻ പറ്റും. മേളിൽ നിന്ന് 3, താഴെ നിന്ന് 3. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം 81 9 9 കൊണ്ട് ഹരിക്കാം. 81നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 9. കാര്യം 9ന്റെ സ്ക്വയർ അല്ലേ. 9നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 1. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് 90 ആവും കേട്ടോ. കാര്യം ഇവിടെ ഒരു 0 ഓൾറെഡി ഉണ്ടല്ലോ. ഈ 0 നമ്മൾ വെട്ടാത്ത. അപ്പോൾ ഈ 0 വെട്ടാത്തതുകൊണ്ട് 810 89 അല്ല, ഒന്നുകൂടെ വെട്ടി കാണിക്കത്. ശ്രദ്ധിക്കും. ഈ 0 ഈ 0 ഇവിടെ പോയി, ഈ 0 ഈ 0 ഇവിടെ പോയി, ഈ 0 ഈ 0 ഇവിടെ പോയി. മേളിൽ ഒരു 810 ഉണ്ട്, താഴെ ഒരു 9 ഉണ്ട്. 810നെയും നമുക്ക് 9 കൊണ്ട് ഹരിക്കാം, 9നെയും 9 കൊണ്ട് ഹരിക്കാം. 9നെ 9 കൊണ്ട് ഹരിച്ചാൽ 1. 810നെ 9 കൊണ്ട് ഹരിച്ചാൽ 81ൽ 9 പ്രാവശ്യം, പിന്നെ ഒരു 0. ഇനി 49 7 കൊണ്ട് ഹരിക്കാം. 7ന്റെ സ്ക്വയറാണ് 49. 49നെ 7 കൊണ്ട് ഹരിച്ചാൽ 7. 7നെയും 7 കൊണ്ട് ഹരിച്ചാൽ 1. താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് വേണം ഹരിക്കാൻ. താഴെ 1 ആയി. നമ്മുടെ ലക്ഷ്യമെത്തി. മേളില് 7 × 90. 7 × 90 നമുക്ക് പറയാം 630. 7 9 63. ഈ 0 ചേർത്ത് 630. ഓക്കെയാണ്. ഇനി ഇവിടുന്നും ഒരു 0 ക്യാൻസൽ, ഇവിടുന്നും ഒരു 0 ക്യാൻസൽ, ഇവിടുന്നും ഒരു 0 ക്യാൻസൽ, ഇവിടുന്നും ഒരു 0 ക്യാൻസൽ. ഇനി ഇവിടുന്നും ഒരു 0 ക്യാൻസൽ, ഇവിടുന്നും ഒരു 0 ക്യാൻസൽ. മേളിൽ നിന്നും താഴെ നിന്നും ഒരേ നമ്പർ ഓഫ് 0 വെട്ടി. മേളിൽ നിന്നും 3, താഴെ നിന്നും. ഇനി ഇവിടെയും ഒരു 4, ഇവിടെയും ഒരു 4. ഇത് 2 കൂടെ വെട്ടി 1 എഴുതി. ഇവിടെയും ഒരു 4, ഇവിടെയും ഒരു 4. 2 കൂടെ വെട്ടി 1 എഴുതി. ഇനി 2ഉം 4ഉം നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം. 1 2 2. അതായത് 2നെയും 4നെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1, 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2. താഴെ എല്ലാം 1 ആയി. ലക്ഷ്യസ്ഥാനത്തെത്തി. മേളിൽ ആരൊക്കെയുണ്ട്? മേളിൽ 1 കഴിഞ്ഞ ഒരു 2 കൊണ്ട്, ഒരു 4 കൊണ്ട്.
2ഉം 4ഉം കൂടെ ഗുണിച്ച് നമുക്ക് പറയാം നമ്മുടെ ഉത്തരം സെറ്റാണ്, 8ആണ്. മുമ്പോട്ട് പോവാം മക്കളെ. അടുത്ത ചോദ്യം 620 പ്ലസ് 1600/4. ഇത്രയും കാര്യമായിട്ട് പഠിച്ചോണ്ടിരുന്ന ആള് ചിലപ്പോ ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാം, 4 കൊണ്ട് 1600-നെയും പറ്റും, 4-നെയും പറ്റും. 1 4 4 1600-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 400. 620 പ്ലസ് 400 1020 എന്ന് എഴുതാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്നാൽ ഞാൻ ആദ്യമേ പറയട്ടെ, ഇത് 100% തെറ്റാണ്. മനസ്സിലായോ? ഒരിക്കലും ഇതിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലസ് സൈൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇൻറ്റു മാത്രമേ ഉള്ളൂ എങ്കിൽ, താഴെ മേളിലും ഇൻറ്റു മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പ്ലസ്സോ മൈനസോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിങ്ങനെ വെട്ടാൻ, നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഒരു സംഖ്യ വെച്ച് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് രണ്ടും 2 ടേമാണ്. ഇൻറ്റു ആണെങ്കിൽ നമ്മൾ അവരെ ഒറ്റ, ശരിക്കും പറഞ്ഞ മാത്സിന്റെ ഭാഷയെ പറഞ്ഞ ഇൻറ്റു ആണ്. ഇപ്പൊ 620 ഇൻറ്റു 1600 എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഒരൊറ്റ ടേമായിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് വെട്ടിക്കളയുന്നത്. പക്ഷെ പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ ഓർക്ക, ഇത് രണ്ടും 2 ടേമാണ്. ഒരിക്കലും ഇങ്ങനെ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. പിന്നെ 2 രീതിയിൽ ചെയ്യാം. ചില ആളുകൾ, മിക്കവാറുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാം, പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ 620 1600 കൂടെ കൂട്ടിയിട്ട് 2220 എന്ന് എഴുതും. ആ 2220-നെ 4 വെച്ച് ചെറുതാക്കും. അങ്ങനെ ചെയ്താൽ 100% ശരിയാണ്, ഒരു കുഴപ്പമില്ല. ഇനി അതല്ല, ഇങ്ങനെ വെട്ടുന്നവരുണ്ട്. മക്കളെ, പ്ലസും മൈനസും വന്ന 4 കൊണ്ട് ഈ സംഖ്യയും വെട്ടണം, ഈ സംഖ്യയും വെട്ടണം. അങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നങ്ങ് വെട്ടിപ്പോയാൽ മതി. പക്ഷെ പ്ലസും മൈനസും വന്ന 4 കൊണ്ടെന്നല്ല, താഴെയും മേളിലും എല്ലാ സംഖ്യകളെയും ഹരിക്കണം. അതായത് ഇപ്പം നമുക്ക് മനസ്സിലായി, 620-നെ 4 കൊണ്ട് പറ്റും, 1600-നെ 4 കൊണ്ട് പറ്റും, 4-നെ 4 കൊണ്ട് പറ്റും. അതായത് പ്ലസും മൈനസും വന്ന താഴെയും മേളിലും ഉള്ള എല്ലാ ടേമുകളെയും, എല്ലാ സംഖ്യകളെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. മക്കളെ, 4-നെ 4 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 1 വരും. ലക്ഷ്യസ്ഥാനം എത്തിയെന്ന് തോന്നുന്നു. 620-നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 4 4 2 ശിഷ്ടം വരും 22. 20 ആവുമ്പോൾ 5, 20 ആവുമ്പോൾ 5, 155 പ്ലസ് 1600-നെ 4 വെച്ച് ഹരിച്ചാൽ 4 4 16 400. 155-ഉം 400-ഓടെ കൂട്ടി, താഴെ 1 വന്നുകൊണ്ട് പരിപാടി നിർത്താം. 155-ഉം 400-ഓടെ കൂട്ടി നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഉത്തരം 555. ഒന്നുകിൽ മേളിൽ കിടക്കുന്നത് കൂട്ടിയിട്ട് ഹരിക്കാം, അതല്ല എങ്കിൽ എല്ലാ ടേമിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. 620-നെയും 1600-നെയും 4-നെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 620-നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 155. 1600-നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 400. 4-നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടും 1. താഴെ 1 പരിപാടി കഴിഞ്ഞു. 155 പ്ലസ് 400 നമുക്ക് പറയാം നമ്മുടെ ഉത്തരം 555. അടുത്ത് 648 മൈനസ് 320/8. ഒന്നുകിൽ പ്ലസും മൈനസും വന്നുകൊണ്ട് 648-ഉം 320-കൂടെ കുറച്ചിട്ട് അവരെ 8 കൊണ്ട് ഹരിക്കണം. ആ 420 520 620 ഇവർ തമ്മിൽ കുറയ്ക്കുമ്പോൾ 328 വരും. ആ 328-നെ 8 വെച്ച് ചെറുതാക്കാം. ഇനി അതും അല്ലെങ്കിൽ പ്ലസും മൈനസും ആയതുകൊണ്ട് എല്ലാ ടേമിനെയും 648-നെയും 320-നെയും 8-നെയും ഒരേ സംഖ്യ കൊണ്ട് ചെറുതാക്കാൻ, ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. 648-നെ 8 കൊണ്ട് ഹരിക്കാം. ഹരിച്ചു നോക്കൂ, 81 വരും. 320-നെ 8 കൊണ്ട് ഹരിക്കാം. ഹരിച്ചു നോക്കൂ, 40 വരും. 8-നെ 8 വെച്ച് ഹരിക്കാം. ഹരിച്ചു നോക്കൂ, 1 വരും.
അപ്പൊ കുറച്ച് പേരുടെ ഒരു ഡൗട്ട്, ഇത് 8 കൊണ്ട് പറ്റി, ഇത് 8, ഇത് പറ്റിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരേ സംഖ്യ കൊണ്ട് എല്ലാവരെയും ഹരിക്കാമെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റും. 81 - 40 ഡിവൈഡഡ് ബൈ 1. 81 40 കൂടെ കുറച്ചാൽ 41. 41/1. താഴെ 1 വന്ന നമ്മുടെ ലക്ഷ്യം എത്തിയെന്ന നമ്മുടെ ഉത്തരം 41. ഒന്നുകിൽ ഇത് കുറച്ച് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ ഞാൻ ഈ പറഞ്ഞ പരിപാടി ചെയ്യാം. അടുത്തത് 715 - 145/5. ഒന്നുകിൽ 715 145 കൂടെ കുറച്ചിട്ട് അവരെ 5 കൊണ്ട് ഹരിക്കാം. അതല്ല എങ്കിൽ 715-നെയും 145-നെയും 5-നെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാം. 715-നെ 5 കൊണ്ട് ഹരിക്കാം, 145-നെയും 5 കൊണ്ട് ഹരിക്കാം, 5-നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 715-നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 7, ശിഷ്ടം 2 1 21, 4 15 1 143. 145-നെ ഹരിക്കുമ്പോൾ 2 29 29. 5-നെ 5 വെച്ച് ഹരിച്ചാൽ 1. അപ്പൊ 143 - 29/1 എന്ന് വന്നു. താഴെ 1 വന്ന നമ്മുടെ ലക്ഷ്യം എത്തിന 143-ൽ നിന്ന് 29 കുറച്ചു. 143-ൽ നിന്ന് 29 കുറച്ച 30 കുറച്ച 113. അപ്പൊ 29 കുറച്ച നമുക്ക് പറയാം 114. ഇടയിൽ പ്ലസ് ഇൻഡു ആയിരുന്നെ നമുക്ക് ഈസി ആയിട്ട് വെട്ടിപ്പാം. പ്ലസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നുകിൽ 198-ഉം 243 കൂടെ കൂട്ടും. അപ്പൊ നമുക്കൊരു സംഖ്യ കിട്ടും. ആ സംഖ്യയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അതല്ല എങ്കിൽ ഇവിടെയുള്ള എല്ലാ ടേമിനെയും 198-നെ 243-നെ 3-നെയും ഏതെങ്കിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കണം. ഏതെങ്കിലും ഒരേ സംഖ്യ ഉണ്ട്. 198-നെ നമുക്ക് 3 കൊണ്ട് പറ്റും. എങ്ങനെ ഞാൻ പെട്ടെന്ന് പറ്റിയെന്ന് ചോദിച്ചാൽ 8 9 17 17 1 18 3 കൊണ്ട് 9 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും. 243-ലെ അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ 4 2 6 6 3 9 3 കൊണ്ട് പറ്റും. അപ്പോൾ ഇവനെയും 3 കൊണ്ട് പറ്റും. 198-നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ, നമുക്ക് പറയാൻ കഴിയും 66. 243-നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ, നമുക്ക് പറയാൻ കഴിയും 81. 3-നെയും 3 കൊണ്ട് ഹരിച്ചു നോക്കൂ, നമുക്ക് പറയാൻ കഴിയും 1. താഴെ 1 ലക്ഷ്യസ്ഥാനത്ത് എത്തി. 66 + 81/1. 66-ഉം 81 കൂടെ കൂട്ടിയ നമുക്ക് പറയാൻ കഴിയും 147. സെറ്റാണ്, മുമ്പോട്ട് പോവാം. അടുത്ത് നമ്മൾ ഇതുവരെ ചെയ്ത 2 ചോദ്യങ്ങൾ ഒരുമിച്ച് ഞാനൊരു സ്ക്രീനിൽ എഴുതിയേക്കാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവണം. അപ്പൊ മക്കളെ, ഇവിടെ 57 × 66/3, ഇവിടെ 57 + 66/3 ആണ്. ആലോചിച്ച് നോക്കി മക്കളെ. 57 × 66/3 ആണ്. നമുക്ക് നോർമലി ചെയ്യുന്നത് പോലെ താഴെ മേളിലും ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചങ്ങ് ചെയ്താൽ മതി, ഒന്നാക്കിയാൽ മതി. പ്ലസ് ആണെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ഡയറക്റ്റ് ചെയ്യണം, അതല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ടേമിനെയും എല്ലാ സംഖ്യകളെയും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കേണ്ടി വരും. രണ്ടിന്റെ വ്യത്യാസം ഒന്ന് മാറി പഠിക്കാനായിട്ടാണ് ഇങ്ങനെ തന്നെ വന്നത്. അപ്പൊ 57 × 66/3 അത്യാവശ്യം ചിന്തിക്കുന്നവർക്കറിയാം. 66-നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം, 3-നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 66-നെ 3 കൊണ്ട് ഹരിച്ചാൽ ഇത് 22 വരും. 3-നെ 3 കൊണ്ട് ഹരിച്ചാൽ ഇത് 1 വരും. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യം താഴെ 1 വരിക എന്നതാണ്. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഒന്നുമില്ല. 57 മേളിൽ 22 ഉണ്ട്. 57 × 22 നമ്മുടെ ഉത്തരം. 57 × 22 ചെയ്തു നോക്കൂ. നമ്മുടെ ഉത്തരം 1254 ആയിരിക്കും. ഓക്കെ ആണ്. അപ്പൊ കുറച്ചു പേർക്ക് ഡൗട്ട് തോന്നും, എന്തുകൊണ്ടാ എല്ലാവരെയും ഹരിക്കാഞ്ഞ്? അതെപ്പോഴാ? പ്ലസും മൈനസും വന്നാ ഉള്ള എല്ലാവരെയും ഹരിക്കണം. ഇതൊന്നുമില്ല, ഇൻഡു ആണ്, നമ്മൾ എപ്പോഴും കാണുന്നതാണ്. സാധാരണ 3 വെച്ച് 66-നെ ഹരിച്ചു 22, 3 വെച്ച് 3-നെ ഹരിച്ചു 1, താഴെ മേളിൽ ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ചു.
താഴെ 1 ആയി. പരിപാടി കഴിഞ്ഞു. 57 ഗുണം 22 1 2 5 4. ഇതേ സംഖ്യ പ്ലസ് വന്നാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ നിങ്ങൾ 57ഉം 66 കൂടെ കൂട്ടണം. 57ഉം 66 കൂടെ കൂട്ടുമ്പോൾ 5 50 60 110 123 വരും. ആ 123നെ 3 കൊണ്ട് ഭാഗിക്കണം. ഇനി അതും അല്ല, പ്ലസ് ആയതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ടേമിനെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 57നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം, 66നെയും 3 കൊണ്ട് ഹരിക്കാം, 3നെയും 3 കൊണ്ട് ഹരിക്കാം. 57നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ, നിങ്ങൾക്ക് 19 കിട്ടും. 66നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ, നിങ്ങൾക്ക് 22 കിട്ടും. 3നെ 3 കൊണ്ട് ഹരിച്ചു നോക്കൂ, നിങ്ങൾക്ക് 1 കിട്ടും. അപ്പൊ ഈ സാധനം 19 + 22/1 എന്നായി. താഴെ 1 വന്നു. ഏതായാലും താഴെ 1 വരിക എന്നുള്ളതാ ലക്ഷ്യം. താഴെ 1 വന്നു, ലക്ഷ്യസ്ഥാനത്തെത്തി. 19 ഗുണം 22 നമ്മുടെ ഉത്തരം. 19 ഗുണം 22 നമ്മുടെ ഉത്തരം. സെറ്റായി 41. ഇൻഡു ആണ്, ചുമ്മാ ഒരെണ്ണം വെട്ടിക്കളഞ്ഞാൽ മതി. താഴെ മേളിൽ ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് താഴെ എപ്പോഴെങ്കിലും 1 ആക്കിയാൽ മതി. പ്ലസ് ആണ് അല്ലെ മൈനസ് ആണ്, 2 ടേമുകളാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാം കൂട്ടിയിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ സംഖ്യകളെയും ഒരേ സംഖ്യ കൊണ്ട് ഹരിച്ച് എങ്ങനെങ്കിലും 1 ആക്കണം. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി ഞാൻ ഇത്രയൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ? ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ചെറിയൊരു ട്രിക്ക്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ് 2 കൊണ്ടുള്ള ഹരണവും 4 കൊണ്ടുള്ള ഹരണവും 8 കൊണ്ടുള്ള ഹരണവും. കേട്ടോണം. 2 കൊണ്ടുള്ള ഹരണവും 4 കൊണ്ടുള്ള ഹരണവും 8 കൊണ്ടുള്ള ഹരണവും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ പകുതി എടുത്താൽ മതി. പകുതി. ഇനി ഏതെങ്കിലും ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുത്താൽ മതി. ഇനി ഏതെങ്കിലും ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി എടുത്താൽ മതി. ഇതെവിടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇതുകൂടെ ഞാൻ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ പകുതി എടുക്കുന്നു. ഏതെങ്കിലും ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുക്കുന്നു. ഏതെങ്കിലും ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി എടുക്കുന്നു. ചില സന്ദർഭങ്ങളിൽ കുറച്ചുകൂടെ സ്പീഡായിരിക്കും ഈ സാധനം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 200നെ 2 കൊണ്ട് ഹരിച്ചു, പകുതി എടുത്തു 100. 200നെ 4 കൊണ്ട് ഹരിക്കണം, 2 പ്രാവശ്യം പകുതി. ആദ്യത്തെ 200നെ പകുതി എടുത്തപ്പോൾ 100, രണ്ടാമത് വീണ്ടും പകുതി എടുത്തപ്പോൾ 50. നമ്മുടെ ഉത്തരം 50. കണ്ടോ? 200നെ 8 കൊണ്ട് ഹരിക്കണം, 3 പ്രാവശ്യം പകുതി. 200ന്റെ പകുതി 100 1 പ്രാവശ്യം. 100ന്റെ പകുതി 50 2 പ്രാവശ്യം. 50ന്റെ പകുതി 25 3 പ്രാവശ്യം. അപ്പൊ 2 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ പകുതി എടുക്കണം. 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുക്കണം. 8 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി എടുക്കണം. ഇതിന്റെ കൂട്ടത്തിൽ ഇത് 136നെ 2 കൊണ്ട് ഹരിക്കണം. മക്കളെ 130 വെട്ടിയൊക്കെ ചെയ്യാം, എന്നാലും 2ഉം 4ഉം 8ഉം കുറച്ചുകൂടെ എളുപ്പമാണ്. 136നെ 2 കൊണ്ട് ഹരിക്കണം. 136നെ 2 കൊണ്ട് ഹരിച്ചു നോക്കൂ, പകുതി എടുത്തു. നമുക്ക് 68 കിട്ടി. അടുത്തത് 136നെ 4 കൊണ്ട് ഹരിക്കണം. മക്കളെ 4 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുക്കണം. 136നെ ആദ്യം പകുതി എടുത്തപ്പോൾ 64, വീണ്ടും 64 അല്ല 68, വീണ്ടും ഒരു പകുതി എടുത്തപ്പോൾ നമുക്ക് പറയാൻ കഴിയും 34. ഹരിച്ചു നോക്കൂ, 34 ആയിരിക്കും. അടുത്ത 136നെ 8 കൊണ്ട് ഹരിക്കണം. 8 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി എടുക്കണം. ആദ്യം 136നെ ഒരു പകുതി എടുത്തു 68, രണ്ടാമതൊരു പകുതി എടുത്തു 34, മൂന്നാമതൊരു പകുതി എടുത്തു 17. നമ്മുടെ ഉത്തരം സെറ്റാണ് 17. അപ്പൊ എന്നെ കണ്ടോണ്ടിരിക്കുന്ന കുറച്ച് പേരെങ്കിലും മനസ്സിലാലോചിക്കും, എടാ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇത് പാടായിരിക്കത്തില്ലേ? ഒറ്റ സംഖ്യ ആണെങ്കിൽ അത്യാവശ്യം പോയിന്റ് ചെയ്ത് വന്നു പോവും. പക്ഷെ അത്യാവശ്യം ഇരട്ട സംഖ്യകളാണ്,
പകുതി എടുക്കാൻ പറ്റുന്ന സെറ്റപ്പ് ആണെങ്കിൽ, നമുക്കറിയാവുന്നതാണെങ്കിൽ, ചില സമയത്ത് ഇത് നല്ല രീതിയിൽ ഒരു അനുഗ്രഹമാണ്. ഒറ്റ സംഖ്യകളാണ്, സ്വാഭാവികമായും പാടുപെടും. ചില സമയത്ത് ഇങ്ങനെയൊക്കെ പകുതി എടുക്കാൻ പറ്റുന്ന സാധനം കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴേ പറയാം, എടാ 8 ഉണ്ട്, ഇത് ഇത്രേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതേപോലെ ഒരു 3 എണ്ണം കൂടെ. 320നെ 8 കൊണ്ട് ഹരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി. 320നെ ആദ്യം ഒന്ന് പകുതി എടുത്തപ്പോൾ 160, 160നെ വീണ്ടും ഒരു പകുതി എടുത്തപ്പോൾ 80, 80നെ വീണ്ടും ഒരു പകുതി എടുത്തപ്പോൾ 40. നമ്മുടെ ഉത്തരം 40. അടുത്ത 480നെ 4 കൊണ്ട് ഹരിക്കണം. 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുക്കണം. 480നെ ആദ്യം ഒരു പകുതി എടുത്തപ്പോൾ 240, വീണ്ടും ഒരു പകുതി എടുത്തപ്പോൾ 120. നമ്മുടെ ഉത്തരം 120. 340നെ 2 കൊണ്ട് ഹരിക്കണം. 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 1 പ്രാവശ്യം പകുതി എടുത്തുക. 1 പ്രാവശ്യം പകുതി എടുത്ത് നോക്കൂ, നമ്മുടെ ഉത്തരം 170. അടുത്തത് 2100നെ 2 കൊണ്ട് ഹരിക്കണം. 2100നെ 2 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം പകുതി എടുക്കണം. ഒറ്റ പ്രാവശ്യം പകുതി എടുത്ത് നോക്കൂ, നമ്മുടെ ഉത്തരം 1050. ഇനി 6000ത്തെ 8 കൊണ്ട് ഹരിക്കണം. മക്കളെ 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി എടുക്കണം. 6000ത്തെ ആദ്യം ഒന്ന് പകുതി എടുത്താൽ 3000, രണ്ടാമതൊന്ന് പകുതി എടുത്താൽ 1500, 1500ന്റെ വീണ്ടും ഒരു പകുതി എടുത്താൽ 750. സെറ്റാണ്, മുമ്പോട്ട് പോവാം. അപ്പോൾ 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി. ഇനി 1500നെ 4 കൊണ്ട് ഹരിക്കണം. മക്കളെ 4 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി എടുക്കണം. 1500നെ ആദ്യം ഒന്ന് പകുതി എടുത്തു, 750. ആ 750നെ വീണ്ടും ഒന്ന് പകുതി എടുത്തു, 750നെ വീണ്ടും ഒന്ന് പകുതി എടുത്തു. നമുക്ക് പറയാൻ കഴിയും 375. അത്യാവശ്യം പകുതി എടുക്കാനൊക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇരട്ട സംഖ്യകളൊക്കെ കിട്ടിയ നമുക്ക് ഈ ഒരു സാധനം ചിലപ്പോൾ ഒരു അനുഗ്രഹമായി മാറും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, 2 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 1 പ്രാവശ്യം പകുതി, 4 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 2 പ്രാവശ്യം പകുതി, 8 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ 3 പ്രാവശ്യം പകുതി. അപ്പോൾ വെട്ടിക്രിയ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്ന് തന്നെ കരുതുന്നു. ഇൻഡു വരുമ്പോഴാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെട്ടുന്നത്. പ്ലസും മൈനസും ആണ്, എല്ലാവരെയും വെട്ടി ചെറുതാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾ പഠിച്ചു മാറി എന്ന് കരുതുന്നു. അതുപോലെ 4ഉം 8ഉം 2 കൊണ്ടുള്ള ഹരണം ചില സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്രയും ചോദ്യങ്ങൾ തന്നെ ഒന്നുകൂടെ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അപ്പോൾ തൊട്ട് അടുത്ത ദിവസം ഇതേപോലെ മറ്റൊരു കാര്യവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറി.